ഹേയ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആദിത്യ. ഇന്ന് ഒരു പണിയില്ലാത്തൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ നേരം കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾക്കിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കേട്ടില്ലേ? നായ്ക്കൾ നന്നായിട്ട് കുരയ്ക്കുന്നുണ്ട്. കുറേ നേരമായി കുര തുടങ്ങിയിട്ട്. കേട്ടോ, കുറേ നേരമായി തുടങ്ങിയിട്ട്. ഞാൻ ഈ പറ്റകൾ ഇപ്പം നിർത്തും എന്ന് വിചാരിച്ചിട്ട് കെടുക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. കൊര ഉറക്കാൻ പറ്റാത്ത രീതിയിൽ കുറച്ച് കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പതുക്കെ എണീറ്റ്. ഉറക്കമൊക്കെ പോയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ കിടന്നിട്ട് കാര്യമില്ലല്ലോ വിചാരിച്ചിട്ട് എഴുന്നേറ്റ്. ഏതായാലും എഴുന്നേറ്റ് സ്ഥിതിക്ക് ഇനിയിപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കണമല്ലോ. അപ്പോൾ ഇനി ഫുഡ് കഴിക്കാൻ പോകണം. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ -ഡിഗ്രിയിലായിരുന്നു തണുപ്പ്. അതുകൊണ്ട് തന്നെ പുറത്ത് നല്ല മഞ്ഞും തണുപ്പൊക്കെ ആയിരുന്നു. ഇന്നെന്തായാലും 0-നേക്കാളും കുറച്ച് കൂടിയിട്ടുണ്ട്. അത് കാരണം തണുപ്പിന് കുറച്ച് കുറവുണ്ട്. അടുത്ത ഒരാഴ്ചയ്ക്ക് തോന്നുന്നു -ഡിഗ്രിയിൽ വരുന്നില്ല. അപ്പോൾ ഈ വരുന്ന ഒരാഴ്ചയിൽ അത്യാവശ്യം തണുപ്പ് കുറവായിരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇന്നലെ എൻ്റെ ഫ്രണ്ട് എനിക്ക് കുറച്ച് മീൻ തന്നിട്ടുണ്ടായിരുന്നു. അതെന്തായാലും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇനി അടുക്കളയിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാം. അതിനുശേഷം മീനും ഭക്ഷണം കൊടുക്കാം. പിന്നെ ഇന്ന് നല്ലൊരു കാലാവസ്ഥയാണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ജനലിൻ്റെ കൂടെ ചെറുതായിട്ട് നോക്കി. അത്യാവശ്യം സൺലൈറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് നല്ലൊരു കാലാവസ്ഥയാണ്. എന്തായാലും ഇന്ന് പുറത്ത് പോകേണ്ട ആവശ്യമില്ല. പിന്നെ തണുപ്പൊക്കെ കാരണം പുറത്തിറങ്ങാൻ ചെറിയൊരു മടിയുണ്ട്. അതാണ് മെയിൻ കാരണം. അപ്പോൾ എന്തായാലും നമുക്കിനി ഫുഡ് കഴിക്കാൻ അടുക്കളയിലേക്ക് പോവാം. എത്തി ഗൈസ്. അപ്പോൾ ഞാൻ അതാ കിച്ചണിലെത്തി. ഇതാണ് നമ്മൾ ഇന്നലെ കൊണ്ടുവന്ന മീനുകൾ. 3 ഉണ്ടായിരുന്നു. ഇത് ഒരെണ്ണത്തിൻ്റെ കാണാനുള്ളൂ. ബാക്കിയുള്ളത് 2 പേര് ഈ പായലിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഹാഫ് ബ്ലാക്ക് ആണ്, ഗപ്പിയാണ്. ഇതിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയില്ല. ഫുൾ ഗ്രോൺ ആയിട്ടില്ല, കുറച്ചും കൂടി വളരാണ്ട്. പിന്നെ കുറച്ച് പായലും തന്നിട്ടുണ്ട്. ഇതൊരു വെറൈറ്റി ടൈപ്പ് ചെടിയാണ്. തൽക്കാലം ഇവരവിടെ വെച്ചിരിക്കുകയാണ്. കാരണം ഇന്നലെ വരുമ്പോൾ കവർന്ന് കുറച്ച് വെള്ളം ലീക്കായി. അപ്പോൾ പെട്ടെന്ന് കിട്ടിയൊരു പാത്രത്തിൽ അങ്ങോട്ട് ഇട്ട്. ഇത് നമ്മളന്ന് സ്ട്രോബെറി മേടിക്കാൻ പോയപ്പോൾ കിട്ടിയ ഒരു ചെറിയ ബക്കറ്റ് പോലത്തെ ഒരു പാത്രമാണ്. അപ്പോൾ കുറച്ച് നേരം കൂടി ഇവിടെ കിടന്നോട്ടെ. അതിന് ശേഷം ഇനി ഇവരെ നമുക്ക് റൂമിലേക്ക് മാറ്റണം. നമ്മുടെ മീനായിട്ട് ഇവരെങ്ങനെയാവും എന്നറിയില്ല. എന്തായാലും നോക്കാം. ഇത് ഇന്നലെ മീൻ കൊടുന്ന ബാഗാ. വെള്ളം ആയ കാരണം കുറച്ച് നേരം കൂടെ വെച്ചിരിക്കുകയാണ്. നല്ല കാലാവസ്ഥ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തണുപ്പില്ല, സ്നോ ഒക്കെ പോയി. അവിടെ ദൂരെ കാണുന്നത് മലയല്ല കേട്ടോ, മേഘ. ഞാൻ പെട്ടെന്ന് ഈ ഫോണിൽ കൂടെ കണ്ടപ്പോൾ മലനിരകൾ പോലെ തോന്നി. പിന്നെ അവിടെയൊക്കെ സ്നോ ഉണ്ടായിരുന്നു. സ്നോ എല്ലാം പോയി. അവിടെ ടെസ്കോൻ്റെ വണ്ടിയിൽ സാധനങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല കാലാവസ്ഥ. തണുപ്പില്ലാത്തതാണ് നല്ലൊരു ആശ്വാസം. എന്തായാലും ഞാൻ തീർട്ടെ. അങ്ങനെ നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഇന്നലെ യൂട്യൂബിൽ നോക്കി പഠിച്ച ഒരു എഗ് റോസ്റ്റ് ഉണ്ടാക്കി നോക്കിയതാണ്. എഗ് റോസ്റ്റും പൊറോട്ടയും ആണ് ഇന്നത്തെ നമ്മുടെ ഭക്ഷണം. അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞിട്ട് റൂമിൽ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കിടന്നുറങ്ങണം. വേറെ പ്രത്യേകിച്ച് ചെയ്യാനായിട്ടൊന്നുമില്ല. അപ്പോൾ പിന്നെ കുറച്ച് നേരം ഉറങ്ങാമെന്ന് വിചാരിച്ചു. ഒരു 3-3:30 വരെ കിടന്നുറങ്ങണം. അത് കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ ചെയ്യണം. അതിന് മുന്നേറ്റ് ഒരു കാര്യം കാണിച്ചു തരാം. ഞാൻ ഇന്നലെ മീൻ വാങ്ങിക്കാൻ പോയി എന്ന് പറഞ്ഞില്ലേ, അവിടെ നിന്ന് വരുന്ന വഴിക്ക് ഞാൻ പൗണ്ട് ലൈനിൽ ഒന്ന് കയറി. എന്നിട്ട് 2 കാറ് വാങ്ങിച്ചു. അതുകൂടി കാണിച്ചു തരാം. ഇതാണ് ഇന്നലെ പൗണ്ട് ലൈനിൽ നിന്ന് മേടിച്ച കാറുകൾ. ഇതിൻ്റെ വേറൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ. ഇത് തൽക്കാലം ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. ഇത് ഏതാ മോഡലിന് അറിയില്ല, കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു, അപ്പോൾ വാങ്ങിച്ചതാണ്. പിന്നെ ഒരു നിസാൻ GTR വാങ്ങിച്ചു. പ്രൈം കണ്ടില്ലേ, നമ്മുടെ ബാഴ്സലോണ പ്രൈം.
കഴിഞ്ഞ ദിവസത്തെ മാച്ച് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ബാഴ്സലോണയുടെ ഫ്രൈ. വലിയ ടേസ്റ്റ് ഒന്നുമില്ല. ഈ ഇരിക്കണ കൂട്ടത്തിൽ ഇതാണ് ഇത്തിരി നല്ലത്. ബാക്കിയെല്ലാം ഒരേ ഫ്ലേവർ ആണെങ്കിലും ഇത് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഇപ്പോൾ ചായ കുടിച്ച് വന്നു. പിന്നെ താടിയൊക്കെ മൊത്തത്തിലൊന്ന് കളഞ്ഞു. ഇനി കുറച്ച് നേരം ഗെയിം കളിച്ചിട്ട് വേണം രാത്രിയിലെ ഫുഡ് കഴിക്കാൻ പോകാനായിട്ട്. ഇന്ന് ചിക്കൻ ഇരിക്കുന്നുണ്ട്. ചിക്കൻ വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ ബാക്കി ഇനി ഫുഡ് കഴിച്ചിട്ട് നോക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഡിന്നർ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.